ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സങ്കീർത്തനം 7-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് നീ എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. നാം പല ദിവസങ്ങളായി പല പ്രാവശ്യങ്ങളായി ഈ വാക്യത്തെ ആസ്പദമാക്കി വിലയേറിയ ആത്മീക പാഠങ്ങൾ ഗ്രഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. പാപം വേട്ടയാടുന്നു, ശാപം വേട്ടയാടുന്നു, ദുരിതം വേട്ടയാടുന്നു, ആപത്തുകൾ വേട്ടയാടുന്നു, അനർത്ഥങ്ങൾ വേട്ടയാടുന്നു, കഷ്ടങ്ങളും നഷ്ടങ്ങളും വേട്ടയാടുന്നു, വേദനകളും യാതനകളും വേട്ടയാടുന്നു. കർത്താവേ, എന്നെ പൈശാചിക ശക്തി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഭൂതാത്മാക്കൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. പാതാള വൈകൃതങ്ങൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഭൂതവേതാളാദി പിശാചുക്കൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. സംഖ്യാപുസ്തകം 32-ാം അധ്യായം 23-ാം വാക്യം. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായും നിൻ്റെ പാപം നിന്നെ കണ്ടെത്തും. നിൻ്റെ പാപം നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. വേട്ടയാടുക മാത്രമല്ല, പാപം നിന്നെ കണ്ടെത്തി നിന്നെ പിടികൂടുക തന്നെ ചെയ്യും. പാപത്തിന് നീ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായും നിൻ്റെ പാപം നിന്നെ കണ്ടെത്തും. പുതിയ നിയമത്തിൽ ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം നാം കണ്ടു. ആസ് യു സോ യു റീപ്. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. വഞ്ചനപ്പെടാതിരിപ്പീൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. വഞ്ചനപ്പെടാതിരിപ്പീൻ. മനുഷ്യ, നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. വിതച്ചാൽ അത് തന്നെ കൊയ്യും. വിതച്ചാൽ അതിലേറെ കൊയ്യും. വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. ആസ് യു സോ യു റീപ്. പ്രിയപ്പെട്ടവരെ, പാപം വേട്ടയാടുന്നു. എങ്ങനെയെല്ലാം പാപം നമ്മെ വേട്ടയാടുന്നു? ഒന്ന്, ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ബൈ ഹ്യൂമൻ ലോസ്. മാനുഷിക നിയമങ്ങളാൽ പാപം നമ്മെ കണ്ടെത്തും. മനുഷ്യൻ തന്നെ പാപത്തിന് ശിക്ഷ നൽകും. മാനുഷിക ശിക്ഷാ വ്യവസ്ഥിതികളും പീനൽ കോഡുകളും ശിക്ഷാ നിയമങ്ങളും എല്ലാം മനുഷ്യൻ ഉണ്ടാക്കിയ മാനുഷിക നിയമങ്ങൾ നമ്മെ ശിക്ഷയ്ക്ക് വിധിക്കും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ബൈ ഹ്യൂമൻ ലോസ്. 2, ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ ബോഡി. പാപത്തിൻ്റെ ഫലമായി നിൻ്റെ ശരീരത്തിൽ നിനക്ക് രോഗമുണ്ടാകും. പാപം അതിൻ്റെ ഭയാനകമായ വിപത്ത് രോഗമായി നിന്നെ ആക്രമിക്കും. പാപം മൂലം രോഗമുണ്ടാകും. ശാരീരിക അസ്വസ്ഥതകളുണ്ടാകും. ശാരീരികമായ കേടുകളും കെടുതികളും ഉണ്ടാകും. പാപം ശരീരത്തിൽ രോഗമായി നിന്നെ കണ്ടെത്തും. 3, ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ കോൺഷ്യൻസ്. മനസാക്ഷിയിൽ പാപം നിന്നെ കണ്ടെത്തും. മാനസിക ദൗർബല്യങ്ങളുണ്ടാക്കും. മാനസിക വൈകല്യങ്ങളുണ്ടാക്കും. മാനസിക വിഭ്രാന്തികളുണ്ടാക്കും. മാനസികമായ കഴിവുകേടുകളുണ്ടാക്കും. മനസ്സാക്ഷിയിൽ പാപം നിന്നെ കണ്ടെത്തും. മാനസിക രോഗങ്ങളുണ്ടാക്കും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ കോൺഷ്യൻസ്. മനസാക്ഷിയിൽ പാപം നിന്നെ കണ്ടെത്തും. 4, ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഫ്യൂച്ചർ ജനറേഷൻസ്. ഭാവി തലമുറകളിൽ പാപം നിന്നെ കണ്ടെത്തും. നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലമായി മനുഷ്യ, നീ മാത്രം ശിക്ഷ അനുഭവിച്ചാൽ പോരാ, നിൻ്റെ മക്കളും മക്കളുടെ മക്കളും ഭാവികാല തലമുറകളും പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഫ്യൂച്ചർ ജനറേഷൻസ്. ഭാവികാല തലമുറകളിൽ പാപം നിന്നെ കണ്ടെത്തും. ദൈവത്തിൻ്റെ വ്യക്തമായ വ്യവസ്ഥാപിതമായ നിയമം പറയുന്നു, പാപം ചെയ്യുന്നവരെ, അകൃത്യം ചെയ്യുന്നവരെ ദൈവം 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം നാം അത് ചിന്തിച്ചതാണ്. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഫ്യൂച്ചർ ജനറേഷൻസ്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ
പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും എന്ന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യത്തിലും 34-ാം അധ്യായം 7-ാം വാക്യത്തിലും സംഖ്യാപുസ്തകം 14-ാം അധ്യായം 17-ാം വാക്യത്തിലും ആവർത്തന പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിലും യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം 18-ാം വാക്യത്തിലും നാം കാണുകയുണ്ടായി. അനന്തര തലമുറകളിൽ പാപത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. 5-ാമത്തെ കാര്യം ഇപ്പോൾ നാം ചിന്തിക്കാൻ തുടങ്ങുകയാണ്. എന്താണ്? ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഇറ്റേണിറ്റി. നിത്യതയിൽ പാപം നിന്നെ കണ്ടെത്തും. ഇവിടെ ശരീരത്തിൽ പാപം മൂലം രോഗമുണ്ടാകും, മാനസിക അസ്വസ്ഥതകളുണ്ടാകും, ഭാവികാല തലമുറകൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പാപം മൂലം മാനുഷിക നിയമങ്ങളാൽ പാപത്തിന് ശിക്ഷ ഏൽക്കേണ്ടി വരും. എന്നാൽ ഇതെല്ലാം ഇവിടെ ഈ ഭൂമിയിലെ കാര്യങ്ങളാണ്. എന്നാൽ നമുക്കെല്ലാം മരണമുണ്ട്. മരണത്തിന് ശേഷം ഒരു നിത്യതയുണ്ട്. ഇറ്റേണിറ്റി ഈസ് എ റിയാലിറ്റി. നിത്യത ഒരു വാസ്തവികതയാണ്. നിത്യത ഒരു യാഥാർത്ഥ്യമാണ്. നിത്യതയിൽ പാപം നമ്മെ കണ്ടെത്തും. നാം ഈ ഭൂമിയിൽ വെച്ച് ചെയ്തതായ പാപങ്ങൾ മരണത്തിന് ശേഷമുള്ള നിത്യതയിലേക്ക്, ശവക്കുഴിക്കപ്പുറമുള്ള നിത്യതയിലേക്ക് നമ്മുടെ പിന്നാലെ വരികയും നമ്മെ അനുധാവനം ചെയ്ത് നമ്മെ നിത്യതയിൽ പിടികൂടുകയും ചെയ്യും. അത് ഏറ്റവും ഗൗരവമേറിയ കാര്യമാണ്. മാനുഷിക നിയമങ്ങളാൽ പാപത്തിന് ശിക്ഷ ഏറ്റില്ലെന്ന് വരാം. മനുഷ്യൻ്റെ കഴിവുകൊണ്ടോ സ്വാധീന ശക്തി കൊണ്ടോ ആൾബലം കൊണ്ടോ പണക്കരുത്തുകൊണ്ടും കൊഴുപ്പുകൊണ്ടോ ഇതുകൊണ്ടെല്ലാം മാനുഷിക നിയമങ്ങളെ തട്ടിമറിക്കാനും തകിടം മറിക്കാനും സാധിച്ചു എന്ന് വന്നേക്കാം. വരുമെന്നല്ല, വന്നുവെന്ന് സംഭവിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ മാനുഷിക നിയമങ്ങളാൽ പാപത്തിന് ശിക്ഷ ഏറ്റില്ലെങ്കിലും, ശരീരത്തിൽ രോഗം പാപം മൂലം വന്നില്ലെങ്കിലും, മാനസിക ദൗർബല്യങ്ങളോ വൈകല്യങ്ങളോ വന്നില്ലെങ്കിലും, അനന്തര തലമുറയിൽ അതിൻ്റെ കൈപ്പേറിയ ഫലങ്ങൾ അനുഭവിക്കാൻ ഇടയായില്ലെങ്കിലും, ഒരു കാര്യം വ്യക്തം: ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ മരണത്തിനപ്പുറത്തേക്ക് നമ്മുടെ പിന്നാലെ വരികയാണ്. പാപം മോചിക്കപ്പെട്ടില്ലെങ്കിൽ, പാപമോചനം ലഭിച്ചില്ലെങ്കിൽ, മോചിക്കപ്പെടാത്ത പാപങ്ങൾ, കഴുകപ്പെടാത്ത പാപങ്ങൾ, ജീവിതത്തിൽ നിന്ന് തേഞ്ഞു മാഞ്ഞു പോകാത്ത പാപങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെടാത്ത പാപങ്ങൾ എല്ലാം നിത്യതയിലേക്ക് നമ്മുടെ പിറകെ വരും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഇറ്റേണിറ്റി. സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളും 12-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളും നാം വായിക്കുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നു, ഒരു ന്യായവിസ്താരമുണ്ട് എന്ന്. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. സഭാപ്രസംഗി 11-ന്റെ 9-10 ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. 9-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യൗവനക്കാര, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക. ബാല്യവും യൗവനവും മായയത്രേ. ഇവിടെ നിനക്ക് ബോധിച്ച വണ്ണം നടക്കാം. ആരും തടഞ്ഞില്ലെന്ന് വരാം, ആരെയും നീ അനുസരിച്ചില്ലെന്നും വരാം. വ്യവസ്ഥകളും നിയമങ്ങളും നീ ലംഘിച്ചു എന്ന് വരാം. മാനുഷിക നിയമങ്ങളും മാനുഷിക വ്യവസ്ഥകളും നീ തകിടം മറിച്ചു എന്ന് വരാം. നീ ആരെയും കൂട്ടാക്കാതെ ഗൗനിക്കാതെ ആർക്കും വിധേയപ്പെടാതെ തന്നിഷ്ടം പോലെ ജീവിച്ചു എന്ന് വരാം. ബോധിച്ച വണ്ണം നടക്കാം. എന്നാൽ നീ അറിഞ്ഞുകൊള്ളുക, എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്ന് അറിയുക. 12-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം പറയുന്നു, 13-ാം വാക്യം മുതൽ: എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. സകല പ്രവൃത്തികളെയും, നല്ലതും തീയതുമായ സകല പ്രവൃത്തികളെയും ദൈവം സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. പ്രിയപ്പെട്ടവരെ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ
എഴുതിയ മഹാജ്ഞാന ഗ്രന്ഥമാണ് സഭാപ്രസംഗി. മഹാജ്ഞാനമാണ് അതിൽ കിട്ടുന്നത്. ഈ മഹാജ്ഞാനം എല്ലാം സൂര്യന് കീഴെയുള്ള കാര്യങ്ങളാണ്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നാം കാണുന്നത് സൂര്യന് കീഴെയുള്ള കാര്യങ്ങളാണ്. ഈ ഭൂമിയിലെ കാര്യങ്ങളാണ് മഹാജ്ഞാനിയായ സോളമൻ പറയുന്നത്. ഭൂമിയിലെ കാര്യങ്ങൾ. മഹാജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്, സഭാപ്രസംഗി എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്, ഉത്തമഗീതം എഴുതിയിട്ടുണ്ട്. ശലോമോൻ്റെ ഈ 3 പുസ്തകങ്ങളിൽ സദൃശവാക്യങ്ങൾ ശരീരത്തെ സംബന്ധിക്കുന്നതും, സഭാപ്രസംഗി മനസ്സിൻ്റെ വിജ്ഞാനത്തെ സംബന്ധിക്കുന്നതും, ഉത്തമഗീതം ആത്മാവിൻ്റെ ആഴങ്ങളെ സ്പർശിക്കുന്നതുമാകുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം അത് ഒരു ദേവാലയത്തിൻ്റെ പ്രാകാരമാണെങ്കിൽ സഭാപ്രസംഗിയുടെ പുസ്തകം അതിൻ്റെ വിശുദ്ധ സ്ഥലമാണ്. ഉത്തമഗീതമാകട്ടെ അതിൻ്റെ മഹാവിശുദ്ധ സ്ഥലമായി അതിനെ രൂപകാത്മക ഭാഷയിൽ ആലങ്കാരിക രീതിയിൽ പറയാവുന്നതാണ്. ഇതിൽ സഭാപ്രസംഗിയുടെ പുസ്തകം ജ്ഞാനമാണ് പ്രസ്താവിക്കുന്നത്. ഭൂമിയിൽ സൂര്യന് കീഴെയുള്ള കാര്യങ്ങളാണ് പ്രസ്താവിക്കുന്നത്. സൂര്യന് കീഴെയുള്ള കാര്യങ്ങൾ. 2-ാം അധ്യായത്തിൽ സഭാപ്രസംഗിയായ ജ്ഞാനിയായ ജ്ഞാനപ്രസംഗം നടത്തുന്ന മഹാജ്ഞാനിയായ സോളമൻ പറയുന്നു, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും, സുഖം അനുഭവിച്ചു കൊള്ളുക, എന്നാൽ അതും മായ തന്നെ. ഈ ലോകത്തിൽ സുഖം അനുഭവിക്കാൻ തന്നോട് തന്നെ പറയുകയാണ്. ബുദ്ധിയിൽ വിശകലനം ചെയ്ത് സുഖിക്കാനും രസിക്കാനും മേളിക്കാനും മോദിക്കാനും സന്തോഷിക്കാനും തന്നോട് തന്നെ മഹാജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്. 2-ാം വാക്യം, ഞാൻ ചിരിയെക്കുറിച്ച് അത് ഭ്രാന്ത് എന്നും സന്തോഷത്തെക്കുറിച്ച് അതുകൊണ്ട് എന്തു ഫലമെന്നും പറഞ്ഞു. മനുഷ്യർക്ക് ആകാശത്തിന് കീഴെ ജീവപര്യന്തം ചെയ്യുവാൻ നല്ലത് ഏതെന്ന് ഞാൻ കാണുവോളം എൻ്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കെ ഞാൻ എൻ്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പിക്കാനും ഭോഷത്വം പിടിച്ചുകൊള്ളുവാനും എൻ്റെ മനസ്സിൽ നിരൂപിച്ചു. സൂര്യന് കീഴെയുള്ള സന്തോഷങ്ങളെല്ലാം അനുഭവിക്കാൻ സഭാപ്രസംഗി പരിശ്രമിക്കുകയാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ സുഖഭോഗങ്ങളിലും സുഖ സൗകര്യങ്ങളിലുമെല്ലാം ആനന്ദിക്കുവാൻ സഭാപ്രസംഗി തന്നെ വശീകരിക്കുകയാണ്, തന്നെ വിധേയപ്പെടുത്തുകയാണ്. നാം കാണുന്നു, സഭാപ്രസംഗി പറയുകയാണ്, മനുഷ്യർക്ക് ആകാശത്തിന് കീഴെ ജീവപര്യന്തം ചെയ്യുവാൻ നല്ലത് ഏതെന്ന് ഞാൻ കാണുവോളം. ഞാനത് അന്വേഷിച്ചു കൊണ്ടിരുന്നു, പക്ഷേ അത് കണ്ടില്ല. അത് കാണുവോളം ഞാൻ ഈ ഭൂമിയിലെ സുഖങ്ങളിൽ രസിച്ചു കൊണ്ടിരുന്നു. ആകാശത്തിന് കീഴെ ജീവപര്യന്തം ചെയ്യുവാൻ നല്ലത് ഏതെന്ന് ഞാൻ കാണുവോളം എൻ്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കെ. അങ്ങനെ ഈ സൂര്യന് കീഴെ എന്തെല്ലാം രസിക്കാനും മോദിക്കാനും ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കെ, മഹാജ്ഞാനം ഏത് എന്ന് ഞാൻ അറിയുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പിക്കാൻ നോക്കി, മദ്യത്തിൽ രസിക്കാൻ നോക്കി, മദ്യത്തിൻ്റെ മധുരിമയിലും ലഹരിയിലും ആനന്ദിക്കാൻ നോക്കി, ഭോഷത്വം പിടിച്ചുകൊള്ളുവാനും എൻ്റെ മനസ്സിൽ നിരൂപിച്ചു. വെറും ഭോഷത്വമായ വഴികളിലേക്കാണ് പോകുന്നത് എന്ന് അന്ന് ഞാൻ അറിയുന്നുണ്ട്, പക്ഷേ അതിന് ഞാൻ വിധേയപ്പെട്ടില്ല. ഞാൻ അറിയുന്നുണ്ടെങ്കിലും ഭോഷത്വം വിടാൻ ഞാൻ കൂട്ടാക്കിയില്ല. ഞാൻ മദ്യത്തിലും അതുപോലെ വേണ്ടാദിനങ്ങളിലും ഞാൻ രസിക്കാൻ പോയി. ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു, എനിക്ക് അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി, ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി, അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളെയും നട്ടു, വൃക്ഷം വെച്ച് പിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു. ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി. വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു. യെരൂശലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന ഏവരിലും അധികം ആടുമാടുകളായ ബഹു സമ്പത്ത് എനിക്കുണ്ടായിരുന്നു. സമ്പത്ത് സമ്പാദിച്ചു, ദാസിമാരെ സമ്പാദിച്ചു, കൊട്ടാരക്കെട്ടുകളെ പണിതുയർത്തി, അരമനകൾ സമ്പാദിച്ചു, സൈന്യ ബാഹുല്യം നേടിയെടുത്തു, വളരെയേറെ ഭൗതിക സമ്പാദ്യങ്ങളിൽ രസിച്ച് മേളിച്ച് മോദിച്ചു. ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കുമുള്ള ഭണ്ഡാരങ്ങളും സ്വരൂപിച്ചു. സംഗീതക്കാരെയും സംഗീതക്കാരത്തികളെയും മനുഷ്യരുടെ പ്രമോദമായ അനവധി സ്ത്രീജനത്തെയും സമ്പാദിച്ചു. ഇങ്ങനെ ഞാൻ എനിക്ക് മുൻപ് യെരൂശലേമിലുണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്നു, അഭിവൃദ്ധി പ്രാപിച്ചു, ജ്ഞാനവും എന്നിൽ ഉറച്ചു നിന്നു. എല്ലാവരേക്കാളും കൂടുതൽ ഞാൻ നേടി, ഞാൻ എല്ലാവരേക്കാളും കൂടുതൽ സന്തോഷിച്ചു. എന്തെല്ലാം ആനന്ദകരമായിട്ടുണ്ടോ അതെല്ലാം സമ്പാദിപ്പാൻ ഞാൻ ഉത്സുകനായി. വീണ്ടും പറയുകയാണ്,
എൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാനതിന് നിഷേധിച്ചില്ല. എൻ്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയില്ല. എൻ്റെ സകല പ്രയത്നവും നിമിത്തം എൻ്റെ ഹൃദയം സന്തോഷിച്ചു. എൻ്റെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവം ഇതുതന്നെ. ഞാൻ എൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ, സൂര്യൻ്റെ കീഴിൽ യാതൊരു ലാഭവുമില്ല എന്ന് കണ്ടു. പ്രിയപ്പെട്ടവരെ, ശലോമോൻ രാജാവ് എല്ലാം നോക്കി, ഒന്നും നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടു. എല്ലാം താൽക്കാലിക സൗഭാഗ്യങ്ങൾ മാത്രം, നൈമിഷിക സുഖങ്ങൾ മാത്രം, തൽക്കാലത്തേക്കുള്ള രസങ്ങൾ മാത്രം, നിമിഷ നേരം കൊണ്ട് പൊലിഞ്ഞു പോകുന്ന സുഖഭോഗങ്ങൾ മാത്രം ഞാൻ കണ്ടു. എല്ലാം തകർന്നടിയുന്നത് ഞാൻ കണ്ടു. സുഖിച്ചു, ഞാൻ രസിച്ചു, ഞാൻ മേളിച്ചു, ഞാൻ മോദിച്ചു, ഞാൻ കുതിച്ചു കൂത്താടി, ഞാൻ ധാരാളം സുഖഭോഗങ്ങൾ അനുഭവിച്ച് അതിൽ ലയിച്ചു. പക്ഷേ എല്ലാം മായയാണെന്ന് ഞാൻ കണ്ടു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭാപ്രസംഗി പറയുകയാണ്, മഹാജ്ഞാനം കണ്ടെത്തി. 12-ാം അധ്യായത്തിൻ്റെ തൊട്ട് മുൻപ് വരെ നാം കാണുന്നത്, ആ കണ്ട എല്ലാ അധ്യായങ്ങളിലും ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ, സൂര്യന് കീഴിലുള്ള കാര്യങ്ങൾ പറഞ്ഞ മഹാജ്ഞാനിയായ ശലോമോൻ മരണത്തിനപ്പുറമുള്ള കാര്യത്തിലേക്ക് തൻ്റെ ചിന്തകളെ നയിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കി, എന്താണ്? മനുഷ്യ, ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്ന് അറിഞ്ഞുകൊള്ളുക. ഇവിടെയുള്ള ഓരോ പ്രവൃത്തികളും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്ന് അറിഞ്ഞുകൊള്ളുക. മാത്രമല്ല, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. സഹോദരീ സഹോദരങ്ങളെ, ഒരു ന്യായവിധിയുണ്ട്, ഒരു ന്യായവിസ്താരമുണ്ട്, ഒരു ന്യായാധിപതിയുണ്ട്. ഇന്ന് കൃപാസനത്തിലിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു കൃപാസനത്തിൽ നിന്ന് മാറി ന്യായാസനത്തിൽ ഇരിക്കുന്ന ഒരു വലിയ മഹാദിവസമുണ്ട്. അന്ന് ആ ബാലവൃദ്ധം, സകലമായ മനുഷ്യരും, ബാലൻ മുതൽ വൃദ്ധൻ വരെ എല്ലാവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. എല്ലാവരും ന്യായവിസ്താര സന്നിധിയിൽ നിൽക്കേണ്ടി വരും. അത് തിരുവചനം പറയുന്നതാണ്, പൂർവീയ പിതാക്കന്മാർ സാക്ഷിക്കുന്നതാണ്, ഈ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നതാണ്, വിശുദ്ധന്മാർ അതിനെക്കുറിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതാണ്. സഹോദരീ സഹോദരങ്ങളെ, മരണമുണ്ട്, മരണത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. ന്യായവിധി കഴിഞ്ഞ് ഒരു നിത്യ സ്വർഗം അല്ലെങ്കിൽ നിത്യ നരകമുണ്ട്. ഈ 4 കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണമെന്ന് പരിശുദ്ധ പിതാക്കന്മാർ നമ്മെ പ്രബോധിപ്പിക്കുന്ന വസ്തുതയാണ്. മരണം, ന്യായവിധി, സ്വർഗം, നരകം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരു നാൾ കണ്ണടയും, നിത്യമായി കണ്ണടയും. ഒരു നാൾ നാം മരിച്ചു പോകും. ഈ ഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കാലുകൾ നിശ്ചലമാകും, നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോകും, നമ്മുടെ കാത് അത് കേൾക്കാതാകും. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ആലങ്കാരിക ഭാഷയിൽ പറയുന്ന, രൂപകാത്മക രീതിയിൽ പ്രഖ്യാപിക്കുന്ന ആ വസ്തുതകൾ ഗ്രഹിക്കാൻ തന്നെ പ്രയാസമാണ്. 12-ാം അധ്യായത്തിൽ പറയുന്നു, ദുർദിവസങ്ങൾ വരും, എനിക്കിഷ്ടമില്ല എന്ന് പറയുന്ന കാലം സമീപിക്കും. സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകും. മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. മരണം നിന്നെ സമീപിക്കുന്നതിന് മുൻപ്, ദുർദിവസങ്ങൾ വരുന്നതിന് മുൻപ്, മകനെ, നീ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിന്റെ കൈകാലുകൾ ഇന്ന് ചലിക്കുന്നുണ്ട്, നിന്റെ ഹൃദയം ഇന്ന് മിടിക്കുന്നുണ്ട്, നിന്റെ ശരീരത്തിൽ രക്തധമനികളിൽ രക്തം പരിയേനം ചെയ്യുന്നുണ്ട്. ശരി, ദൈവവൈതലേ, ഇന്ന് നിന്റെ ശരീരത്തിൽ ജീവൻ തുടിക്കുന്നുണ്ട്. എന്നാൽ ഒരു നാൾ മരണം വഴിയായി ഈ ഭൂമിയിൽ നീ മാറ്റപ്പെടും. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. എന്താണ് വീട്ടുകാവൽക്കാർ? കാവൽ ചെയ്യുന്നത്, സെൻസ് ഓർഗൻസ് എല്ലാം വിറയ്ക്കും. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം വിറയ്ക്കും. പ്രത്യേകിച്ചും നമ്മുടെ കൈകാലുകൾ വിറയ്ക്കും. കൈയും കാലും നമ്മെ എപ്പോഴും ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്ന കാവൽക്കാരാണ്. വീട്ടുകാവൽക്കാർ വിറയ്ക്കും.
കൈകൾ വിറയ്ക്കും, കാലുകൾ വിറയ്ക്കും. മാത്രമല്ല ബലവാന്മാർ കുനിയും. മനുഷ്യന്റെ നട്ടെല്ല് കുനിഞ്ഞു പോകും. ബലശാലിയായി നിവർന്നു നിന്ന് തൻ്റെ ഇടത്തോടെ സഞ്ചരിച്ചിരുന്ന മനുഷ്യൻ അവനിതാ കുനിഞ്ഞു പോകും. അവൻ്റെ നട്ടെല്ല് അത് കുനിഞ്ഞു പോകും. ബലവാന്മാർ കുനിയും. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. എന്താണത്? അരയ്ക്കുന്നത് പല്ലാണ്. പല്ലുകൊണ്ടാണ് ചവയ്ക്കുന്നത്. അരയ്ക്കുന്നവർ ചുരുക്കമാണ്. പല്ലുകൾ കൊഴിഞ്ഞു കൊഴിഞ്ഞ് തീർന്നിരിക്കും. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. വായടങ്ങിപ്പോകും. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൻ്റെ ചലനശേഷികൾ അസ്തമിച്ച് വരികയാണ്. വീണ്ടും പറയുന്നു, കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. കിളിവാതിലിൽ കൂടി നോക്കുന്നവർ, അത് ഈ കിളിവാതിൽ കണ്ണുകളാണ്. കണ്ണുകൾ അന്ധമാകും. കണ്ണിൻ്റെ കാഴ്ച മങ്ങും. കണ്ണിൻ്റെ ശക്തി കുറയും. കണ്ണിൻ്റെ തീക്ഷ്ണത കുറയും. നോട്ടത്തിൻ്റെ കരുത്ത് കുറയും. കിളിവാതിലിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. തെരുവിലെ കതകുകൾ അടയും. ബാഹ്യമായ ഇന്ദ്രിയങ്ങളെല്ലാം അടഞ്ഞു പോകും. തെരുവിലെ കതകുകൾ. സെൻസ് ഓർഗൻസ് ആർ ദ ഗേറ്റ് വേസ് ഓഫ് നോളജ് എന്ന് ഇംഗ്ലീഷിൽ പറയും. സെൻസ് ഓർഗൻസ് ആർ ദ ഗേറ്റ് വേസ് ഓഫ് നോളജ്. ജ്ഞാനേന്ദ്രിയങ്ങൾ വിജ്ഞാനത്തിൻ്റെ കവാടങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, കവാടങ്ങളെല്ലാം അടഞ്ഞു പോകും. നമ്മുടെ ബാഹ്യേന്ദ്രിയങ്ങൾ, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ എല്ലാം അടഞ്ഞു പോകും. എന്താണ്? തെരുവിലെ കതകുകൾ അടയും. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. നമ്മുടെ ശരീരത്തിൻ്റെ ചലനശേഷി കുറഞ്ഞു പോകും. പക്ഷികളുടെ ശബ്ദത്തെങ്കിൽ ഉണർന്നു പോകും. അതേ, ഈ ഭൂമിയിലെ പക്ഷികളും പറവകളും എന്താണത് കാണിക്കുന്നത്? നിങ്ങൾക്കറിയാമോ? അന്തരീക്ഷത്തിൽ പറന്നെടുക്കുന്ന പക്ഷികൾ അത് പൈശാചിക ശക്തിയുടെ രൂപകമാണ്. പൈശാചിക ശക്തിയുടെ പ്രതീകമാണ്. ഈ അന്തരീക്ഷത്തിൽ പറന്നെടുക്കുന്ന പറവകൾ, ആകാശത്തിലെ പറവജാതിക്ക് കൂടുണ്ട്, കുറുനിരിക്ക് കുഴിയുണ്ട് എന്ന് പറയുന്നില്ലേ? മനുഷ്യപുത്രന് തലയായ്പൻ ഇടമില്ലെന്ന് പറയുന്നില്ലേ നമ്മുടെ കർത്താവ്? പറവജാതി എന്ന് പറയുന്നത് എപ്പോഴും പൈശാചിക സേനകളെ കുറിക്കുന്നതാണ്. സഹോദരങ്ങളെ, തുടർന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ചിലത് സൂചിപ്പിക്കാം. ബദാം വൃക്ഷം പൂക്കും, തലമുടി നരച്ചു പോകും, തുള്ളൻ എഴഞ്ഞു നടക്കും, ശരീരത്തിൻ്റെ കരുത്ത് കുറഞ്ഞ് പയ്യെ പയ്യെ എഴഞ്ഞെഴഞ്ഞ് നടക്കുന്ന ഒരു അവസാന കാലം വരും. ഷേക്സ്പിയർ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിസ്തൃതമായ നാടകത്തിൽ ഷേക്സ്പിയർ പറയും, സാൻസ് ടീത്ത്, സാൻസ് ഐസ് ആൻഡ് സാൻസ് ഇയേഴ്സ് ആൻഡ് സാൻസ് എവരിതിങ്. സാൻസ് ഐസ് കണ്ണുകളില്ലാതാകും, വിതൗട്ട് ഐസ്. സാൻസ് ഇയേഴ്സ് ചെവികളില്ലാതാകും. സാൻസ് എവരിതിങ് എല്ലാം മന്ദീഭവിച്ചു പോകും എന്ന് ഷേക്സ്പിയർ മഹാകവി അദ്ദേഹം എഴുതി വെച്ചതുപോലെ സഹോദരങ്ങളെ, മനുഷ്യന്റെ ശരീര ചലനശേഷികൾ കുറഞ്ഞു പോകും. നാം വീണ്ടും വായിക്കുന്നു, രോചനക്കുരു ഫലിക്കാതെ വരും, മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും, വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും, അന്ന് വെള്ളിച്ചരട് അറ്റുപോകും. സുഷുമ്ന, സ്പൈനൽ കോഡ്, വെള്ളിച്ചരട് അറ്റുപോകും, അതിൻ്റെ നാഡീബലം പോയി പോകും. സുഷുമ്ന, വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവിങ്കലക്കുടം ഉടയും. ഉറവിങ്കലക്കുടം, ഈ പമ്പ് ചെയ്യുന്ന നമ്മുടെ ഹാർട്ടുണ്ടല്ലോ, ചങ്ക്, അത് ഉടഞ്ഞു പോകും, അത് തകർന്നു പോകും, അത് നിശ്ചലമായി പോകും. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെട്ടിട്ട് പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. സഹോദരങ്ങളെ, മനുഷ്യൻ അവസാന സമയത്തേക്ക് നീങ്ങും. ഇന്നത്തെ കരുത്തെല്ലാം പോകും, ഇന്നത്തെ കഴിവെല്ലാം പോകും. ഇന്ന് ആര് എന്തു പറഞ്ഞാലും തിരിച്ചു 10 പറയാനുള്ള കഴിവ് നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ അതെല്ലാം പോയി പോകും. നമ്മുടെ നാവ് അനങ്ങാതാകും. ആരെയും കുറ്റം പറയാനെന്ന് കഴിവുണ്ട്, ആരെയും വിധിക്കാൻ കഴിവുണ്ട്. സഹോദരങ്ങളെ, നാം ഇതാ നിത്യതയിലേക്ക് മാറ്റപ്പെടുന്നു. എന്നാൽ അതിനുശേഷം ഒരു ന്യായവിധിയുണ്ട്. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഇറ്റേണിറ്റി. നിത്യതയിൽ പാപം നിന്നെ കണ്ടെത്തും. മനുഷ്യ, നിത്യതയെ നീ അഭിമുഖീകരിക്കും, നീ ചിന്തിക്കുന്നുണ്ടോ? ഇന്ന് ഈ വാക്കുകൾ നീ കേൾക്കുമ്പോൾ, എൻ്റെ കർത്താവേ, നിത്യതയിലേക്ക് വരുവാൻ എന്നെ ഒരുക്കണമേ, നിത്യജീവന്റെ ശാശ്വതാവകാശം പ്രാപിപ്പാൻ എന്നെ ഒരുക്കണമേ, നിത്യജീവൻ എനിക്ക് തരുവാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന നിത്യജീവനായ ദൈവോത്ര, ഇന്ന് നിന്റെ ചങ്കിലെ ചോരയൂറ്റി എന്നെ വിടുവിച്ച സ്നേഹം കാണാൻ എൻ്റെ ഉൾക്കണ്ണുകളെ തുറക്കണമേ. നിന്റെ തിരക്തത്താൽ എൻ്റെ പാപങ്ങൾ കഴുകപ്പെടണമേ. പാപം എൻ്റെ പിറകെ വന്ന് നിത്യതയിൽ എന്നെ ആക്രമിച്ച് കീഴടക്കുന്നതിന് മുൻപ് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, നിങ്ങൾ ദൈവത്തോട് യാചിപ്പീൻ. കർത്താവേ, നിത്യതയിൽ പാപം എന്നെ പിടികൂടുന്നതിന് മുൻപ് ഇന്നെനിക്ക് മോചനം തരണമേ. പാപത്തിൻ്റെ ഭീകരമായ ആക്രമണം എൻ്റെ മേൽ വന്ന് വീഴുന്നതിന് മുൻപ് ഇന്ന് ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ എനിക്ക് മോചനം തരണമേ. എന്നെ വിടുവിക്കണമേ, എന്നെ രക്ഷിക്കണമേ. നിന്റെ തിരക്തത്താൽ എന്നെ കഴുകണമേ. പാപം എന്നെ വേട്ടയാടി പിടികൂടുന്നതിന് മുൻപ് നിത്യതയിൽ ന്യായവിസ്താര രംഗത്ത് ഞാൻ ലജ്ജിതനായി
മരണമായി തീരുന്നതിന് മുൻപ് എനിക്ക് മോചനം തരണമേ, എന്നെ രക്ഷിക്കണമേ. ഇന്ന് ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കൃപാസനത്തിന് മുമ്പിൽ വന്ന് രക്ഷകനായ യേശുവിന്റെ കൃപയുടെ തിരുമുൻപാകെ വന്ന് മോചനം പ്രാപിപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ. ദൈവജനമേ, പ്രാർത്ഥിപ്പീൻ, ക്രിസ്തുവിന്റെ തണലിലേക്ക് ഓടി വരുവീൻ, ക്രിസ്തുവിന്റെ ക്രൂസിൽ ആശ്രയിപ്പീൻ, തിരുരക്തത്തിൽ ശരണപ്പെടുവീൻ, പാപത്തോട് യാത്ര പറയുവീൻ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനെ തുറന്നു കൊടുക്കുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അൻപുള്ള പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവന്റെ അരുളപ്പാടുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിത്യതയിൽ പാപം ഞങ്ങളെ കണ്ടെത്തുമല്ലോ നാഥ. ന്യായവിസ്താര രംഗത്ത് ഞങ്ങൾ നിൽക്കേണ്ടി വരുമല്ലോ. അന്ന് ലജ്ജിതരായി മുഖം താഴ്ത്തി നിൽപ്പാൻ ഇടവരാതെ ഇപ്പോൾ ഞങ്ങളെ അവിടെ നിന്ന് സ്വീകരിക്കണമേ. ഞങ്ങളെ വീണ്ടെടുക്കണമേ. ഞങ്ങളുടെ പാപക്കറകൾ കഴുകണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിവേദനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തിരുവചനത്തിന്റെ ശക്തിയാൽ ഓരോരുത്തരെയും സ്പർശിക്കണമേ. ഓരോരുത്തരെയും വീണ്ടെടുക്കണമേ. ഓരോരുത്തരുടെ മേലും തിരുമുദ്ര പതിപ്പിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.